ജീവൻ ടിവിയുടെ ഇലക്ഷൻ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. വിമോചന സമരത്തിന് ശേഷം 1960 ഫെബ്രുവരി 1 അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നത്. ഒറ്റ ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. തൊട്ടടുത്ത ദിവസം വോട്ടുമെണ്ണി. കേരളത്തിൽ കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും ഉൾപ്പെട്ട മുക്കൂട്ട് മുന്നണി അധികാരത്തിലേറി. കനത്ത ഭൂരിപക്ഷത്തോടെയാണ് സർക്കാർ അധികാരത്തിൽ വന്നത്. കോൺഗ്രസിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എങ്കിലും ഘടകകക്ഷികളുമായി ചേർന്ന് കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ചും ആശയക്കുഴപ്പം നിലനിന്നു. പിരിച്ചുവിട്ട നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് PT ചാക്കോയ്ക്ക് ക്ലെയിം ഉണ്ടായിരുന്നു. ഈഴവ സമുദായത്തെ കോൺഗ്രസിൻ്റെ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന കാരണത്താൽ KPCC പ്രസിഡന്റ് R ശങ്കറിനും ക്ലെയിം ഉണ്ടായിരുന്നു. പക്ഷേ നറുക്ക് വീണത് പട്ടം നടന്നുള്ളേക്കാണ്. മാത്രവുമല്ല, വിമോചന സമര നായകനായ മന്നത്ത് പത്മനാഭൻ്റെ പരസ്യമായ ആശീർവാദവും പട്ടത്തിനായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു പട്ടം താണുപിള്ള. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ദിവാൻ്റെ ദുർഭരണത്തിനെതിരെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടത്തിയതും അതിന് നായകത്വം വഹിച്ചതും നിരവധി വർഷം ജയിൽവാസം അനുഭവിച്ചതും പട്ടം താണുപിള്ളയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലെയിം ആർക്കും നിരാകരിക്കാൻ കഴിയാത്ത വിധം അത്രയും ശക്തവുമായിരുന്നു. 1948 ആദ്യ കോൺഗ്രസ് സർക്കാരിനെ നയിച്ചത് തിരുവിതാംകൂറിൽ പട്ടം താണുപിള്ളയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കൊല്ലം പോലും ആ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞില്ല. പട്ടത്തിൻ്റെ താൻപോരിമയും തൻപ്രമാണിത്തരവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. വിമതന്മാരും വിരുദ്ധന്മാരും അദ്ദേഹത്തിനെതിരെ ഒപ്പ് ശേഖരണം നടത്തി. ഈ ഒപ്പ് ശേഖരണക്കാരെ അന്ന് ഒപ്പിയാന്മാർ എന്നാണ് പരിഹാസമായി പറഞ്ഞത്. ഒപ്പ് ശേഖരണത്തിൽ പ്രതിഷേധിച്ച് പട്ടം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതുവരെ കമ്മ്യൂണിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കടുത്ത ശത്രുവായിരുന്ന പട്ടം അതേ തുടർന്ന് സോഷ്യലിസ്റ്റുകാരനായി. അദ്ദേഹം ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും പേര് സഖാവ് പട്ടം താണുപിള്ള എന്നാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി PSPയുടെ ഭാഗമായി. അപ്പോൾ അദ്ദേഹം PSPക്കാരനായി. 1954 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSPയും KSPയും PSPയും ഒറ്റക്കെട്ടായി മത്സരിച്ചു. ഭൂരിപക്ഷത്തോട് അടുത്ത സീറ്റുകൾ കിട്ടി. പക്ഷേ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. ആ ഘട്ടത്തിൽ അതുവരെ താൻ എതിർത്തിരുന്ന കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പട്ടം ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ രൂപീകരിച്ചു. കോൺഗ്രസ് പുറത്തുനിന്ന് പിന്താക്കി. പക്ഷേ ആ സർക്കാരും ഒരു കൊല്ലം പൂർത്തിയാക്കിയില്ല. അപ്പോഴേക്കും തെക്കൻ തിരുവിതാംകൂറിൽ തമിഴ് മാകാണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ശക്തമായി. പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് വെടിവെച്ചു. മാർത്താണ്ഡത്ത് ഒട്ടേറെ പേർ മരിച്ചു. ആ കാരണം പറഞ്ഞ് കോൺഗ്രസ് നേതാവായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ചു. തുടർന്ന് പനമ്പള്ളി തന്നെ മുഖ്യമന്ത്രിയായി. അങ്ങനെ ആ സർക്കാരും ഒരു കൊല്ലം പൂർത്തീകരിക്കാതെ കാലയവനികയ്ക്ക് പിന്നിൽ മറിഞ്ഞു. പട്ടം കടുത്ത കോൺഗ്രസ് വിരോധിയായി മാറി. 1960 വീണ്ടും മുക്കൂട്ട് മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പട്ടം മുഖ്യമന്ത്രിയായി. അങ്ങനെ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കേരളത്തിലും മുഖ്യമന്ത്രിയാകാൻ ഭാഗ്യം സിദ്ധിച്ച ഒരേ ഒരു നേതാവ് എന്ന ബഹുമതി പട്ടം താണുപിള്ളയ്ക്ക് സിദ്ധിച്ചു. പട്ടത്തിൻ്റെ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും വലിയ തർക്കങ്ങളുണ്ടായി. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ്, അതിനെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ എടുക്കരുത് എന്ന് മലബാറിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ വാദിച്ചു. CK ഗോവിന്ദൻ നായരും AV കുട്ടിമാളുവമ്മയും കോഴിപ്പുറത്ത് മാധവമേനോനും മൊയ്തു മൗലവിയുമായിരുന്നു അതിൽ പ്രമുഖർ. ലീഗിനെ മന്ത്രിസഭയിലെടുക്കുന്നതിന് PT ചാക്കോയ്ക്കോ R ശങ്കറിനോ മന്നത്ത് പത്മനാഭനോ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ലീഗിനെ ഉൾപ്പെടുത്തണം എന്ന അഭിപ്രായമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പക്ഷേ തിരുവിതാംകൂർ രാഷ്ട്രീയത്തെക്കാൾ ശക്തമായിരുന്നു മലബാറിലെ കോൺഗ്രസ് രാഷ്ട്രീയം എന്നുള്ളതിനാൽ അദ്ദേഹം ഈ വാദം തള്ളിപ്പോയി. ഒടുവിൽ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഒരു പരിഹാര മാർഗം കണ്ടെത്തി. മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിലെടുക്കാനേ തടസ്സമുള്ളൂ. മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനം നൽകാൻ തടസ്സമില്ല. അങ്ങനെ ലീഗ് നേതാവ് KM സീതി സാഹിബ് നിയമസഭയുടെ സ്പീക്കറായി. അദ്ദേഹം സ്പീക്കറായിരിക്കുമ്പോൾ അന്തരിച്ചു. വീണ്ടും ഇതേ തർക്കം ആവിർഭവിച്ചു. മുസ്ലിം ലീഗുകാരനെ സ്പീക്കറാക്കുന്നത് കോൺഗ്രസിൻ്റെ ദുർഗാപൂർ പ്രമേയത്തിന് എതിരാണെന്ന് CK ഗോവിന്ദൻ നായരും സംഘവും വാദിച്ചു. വർഗീയ കക്ഷികളുമായി യാതൊരു വിധത്തിലുള്ള കൂട്ടുകെട്ടും പാടില്ല എന്നാണ് ദുർഗാപൂരിൽ ചേർന്ന AICC തീരുമാനിച്ചത്. CH മുഹമ്മദ് കോയെ സ്പീക്കറാക്കണമെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കണം എന്ന ഒരു വ്യവസ്ഥ കോൺഗ്രസ്സുകാർ ഉന്നയിച്ചു. അതേ തുടർന്ന് മുഹമ്മദ് കോയ ലീഗിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് സ്പീക്കറായി. കോയ തൊപ്പി ഒരു സ്പീക്കറായി എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പരിഹസിച്ചു. അധികം വൈകാതെ കോയ രാജിവെച്ചു.
മുസ്ലിം ലീഗ് മുന്നണി സർക്കാരിനുള്ള പിന്തുണയും പിൻവലിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും പട്ടത്തിൻ്റെ സർക്കാരിന് അധികകാലം നിലനിൽക്കാൻ കഴിഞ്ഞില്ല. പട്ടം സർക്കാരിൻ്റെ മരണമണി മുഴങ്ങിയത് കോൺഗ്രസ്സുകാരുടെ കുത്തിത്തിരിപ്പുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ പി ടി ചാക്കോയും ആർ ശങ്കറും അന്ന് ഗവർണറായിരുന്ന വി വി ഗിരിയുമായി ചർച്ച ചെയ്ത് അഥവാ ഉപജാപം നടത്തി ഈ മന്ത്രിസഭയെ അട്ടിമറിച്ചു. പി എസ് പി നേതാക്കൾ ആരോടും ആലോചിക്കാതെ പട്ടത്തെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി ഗവർണറാകാനുള്ള ഓഫർ മുന്നോട്ട് വച്ചു. പട്ടം രാജിവെക്കാൻ സന്നദ്ധനായിരുന്നില്ല. പക്ഷേ മറ്റ് യാതൊരു നിവൃത്തിയുമില്ല എന്നറിഞ്ഞപ്പോൾ ആരോടും ആലോചിക്കാതെ അദ്ദേഹം ഗവർണറാകാനുള്ള ഓഫർ സ്വീകരിച്ചു. അങ്ങനെ പട്ടം താണുള്ള ഗവർണറായി കേരള രാഷ്ട്രീയത്തോട് വിടവാങ്ങി അദ്ദേഹം പഞ്ചാബിലേക്ക് പോയി. പട്ടത്തെ ഗവർണറാക്കി പഞ്ചാബിലേക്ക് പറപ്പിച്ച കോൺഗ്രസിൻ്റെ ഉപജാപത്തിൽ പ്രതിഷേധിച്ച് പി എസ് പി മന്ത്രിമാരായ കെ ചന്ദ്രശേഖരനും ഡി ദാമോദർ പോറ്റിയും രാജിവെച്ചു. അങ്ങനെ കോൺഗ്രസിൻ്റെ മാത്രം മന്ത്രിസഭ 1962 നിലവിൽ വന്നു. ആർ ശങ്കറായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ആദ്യ നിയമസഭയിൽ ദമ്പതിമാരായി ടി വി തോമസും ഗൗരിയമ്മയും ഉണ്ടായിരുന്ന പോലെ രണ്ടാം കേരള നിയമസഭയിൽ ദമ്പതിമാരായി കെ എ ദാമോദർ മേനോനും ലീല ദാമോദർ മേനോനും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ കക്ഷിയുടെ സാമാജികർ. ലീല ദാമോദർ മേനോൻ 1957 MLA ആയിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ദാമോദർ മേനോൻ തോറ്റു, ലീലയെടുത്തി ജയിച്ചു. 1960 ലീല ദാമോദർ മേനോൻ കുന്നമംഗലത്ത് നിന്നാണ് ജയിച്ചത്. ദാമോദർ മേനോൻ സ്വന്തം നാടായ പറവൂരിൽ നിന്നും വിജയിച്ചു. ദാമോദർ മേനോൻ അത്തവണ വ്യവസായ മന്ത്രിയും ആയിരുന്നു. പിന്നീട് ഒരിക്കലും കേരള നിയമസഭയിൽ ഒരേ സമയം ഭാര്യയും ഭർത്താവും നിയമസഭാംഗങ്ങളായിരുന്ന സംഭവം ഉണ്ടായിട്ടില്ല. 1967 പാർലമെൻറ്റിലേക്ക് AKG കാസർഗോഡ് നിന്നും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ സുശീല ഗോപാലൻ അമ്പലപ്പുഴ നിന്നും ജയിച്ചു. അങ്ങനെ പാർലമെൻറ്റിലും മലയാളി ദമ്പതിമാർ ഉണ്ടായി. കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യത്തെ അതിശക്തമായി എതിർത്തിരുന്ന കൂട്ടരാണ് സോഷ്യലിസ്റ്റുകാർ. റാം മനോഹർ ലോഹിയാണെങ്കിലും അശോക് മേത്തയാണെങ്കിലും ജയപ്രകാശ് നാരായണനാണെങ്കിലും കുടുംബാധിപത്യത്തിന് എക്കാലവും വലിയ എതിരായിരുന്നു. കേരളത്തിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. കെ കരുണാകരൻ്റെ കുടുംബരാഷ്ട്രീയത്തെ അതിശക്തമായി എതിർത്തിരുന്നത് ഇവിടുത്തെ ജനതാദൾക്കാരാണ്, പ്രത്യേകിച്ച് MP വീരേന്ദ്രകുമാർ. പിന്നീട് വീരേന്ദ്രകുമാറിൻ്റെ മകൻ ശ്രേയംസ് കുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രധാന നേതാവായി മാറി എന്നുള്ളതും വിരോധാഭാസം. കൽപ്പറ്റ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവിടെ നിന്ന് കോൺഗ്രസ്സുകാരല്ലാത്ത 3 പേരെ ജയിച്ചിട്ടുണ്ട്. 1952 ശ്രീ MP വീരേന്ദ്രകുമാറിൻ്റെ പിതാവും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന MK പത്മപ്രഭ ഗൗണ്ടൻ വിജയിച്ചു. അന്ന് കോഴിപ്പുറത്ത് മാധവമേനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. പിന്നെ വളരെ കാലത്തേക്ക് കോൺഗ്രസ്സുകാർ മാത്രമേ ആ ഭാഗത്തു നിന്ന് ജയിച്ചിട്ടുള്ളൂ, വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയിൽ. പിന്നീട് ഒരാൾ കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാൾ കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചത് വീരേന്ദ്രകുമാറായിരുന്നു. 1987 തെരഞ്ഞെടുപ്പിൽ വീരേന്ദ്രകുമാർ മുസ്ലിം ലീഗിലെ C മമ്മൂട്ടിയെ പരാജയപ്പെടുത്തി വിജയിച്ചു. വീണ്ടും ആ സീറ്റ് കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് തന്നെ പോയി. കോൺഗ്രസ് മുന്നണി വീണ്ടും വിജയിക്കാൻ തുടങ്ങി. 2006 വീരേന്ദ്രകുമാറിൻ്റെ മകൻ MV ശ്രേയംസ് കുമാർ കൽപ്പറ്റയിൽ നിന്ന് വീണ്ടും വിജയിച്ചു. ഇടതു മുന്നണിയുടെ 3ാമത്തെ വിജയം. വീരേന്ദ്രകുമാറിൻ്റെ മകന് രാഷ്ട്രീയമാകാമെങ്കിൽ PR കുറുപ്പിൻ്റെ മകനും രാഷ്ട്രീയമാകാം. PR കുറുപ്പും പെരിങ്ങളത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ KP മോഹനൻ അച്ഛൻ്റെ കാൽ നഖേന്ദു മരീചികൾ പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. പിതാവിൻ്റെ തട്ടകമായിരുന്ന പെരിങ്ങളത്ത് തന്നെയാണ് മോഹനും അംഗം കുറിച്ചത്. 2 തവണ പെരിങ്ങളത്ത് നിന്നും കഴിഞ്ഞ തവണ കൂത്തുപറമ്പിൽ നിന്നും വിജയിച്ചു. ഇത്തവണ മോഹനൻ മന്ത്രിയുമായി. മോഹനനും ശ്രേയംസ് കുമാറും അംഗത്തട്ടിൽ വീണ്ടും എത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 60 വർഷം തികയാൻ പോവുകയാണ്. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് കേരളത്തിൽ ഒരൊറ്റ പട്ടികജാതിക്കാരനും മുഖ്യമന്ത്രിയായിട്ടില്ല, ആഭ്യന്തരമന്ത്രിയായിട്ടില്ല, വ്യവസായ മന്ത്രിയായിട്ടില്ല, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടില്ല, ആരോഗ്യമന്ത്രി പോലും ആയിട്ടില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പട്ടികജാതിക്കാരായ മന്ത്രിമാർക്ക് എല്ലായ്പ്പോഴും ഭരിക്കാൻ കിട്ടുന്നത് പട്ടികജാതി ക്ഷേമ വകുപ്പ് മാത്രമാണ്. PK ചാത്ത മാസ്റ്റർ മുതൽ MA കുട്ടപ്പൻ വരെ, അല്ലെങ്കിൽ AP അനിൽകുമാർ വരെ അതിന് വ്യത്യാസമില്ല. MA കുട്ടപ്പൻ MBBSകാരനാണല്ലോ, അദ്ദേഹത്തെ ആരോഗ്യമന്ത്രി ആക്കിക്കളയാം എന്ന് AK ആന്റണിക്ക് തോന്നിയില്ല. ചാത്തൻ മാസ്റ്റർ ഒരു അധ്യാപകനായിരുന്നല്ലോ, അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാം എന്ന് EMSന് തോന്നിയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് നേരിട്ട് ഭരിച്ച ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിലുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഭരിച്ചവരുണ്ട്, ധനകാര്യ വകുപ്പ് ഭരിച്ചവരുമുണ്ട്.
പക്ഷേ പട്ടികജാതി ക്ഷേമ വകുപ്പ് നേരിട്ട് ഭരിക്കാം എന്ന് വിചാരിച്ച ഒരേ ഒരു മുഖ്യമന്ത്രി സാക്ഷാൽ കെ കരുണാകരനായിരുന്നു. അന്ന് പട്ടികജാതിക്കാർക്ക് അദ്ദേഹം ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി വെച്ചു. 1991 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലാണ് കരുണാകരന് അങ്ങനെ ഒരു തോന്നാബുദ്ധി തോന്നിയത്. പട്ടികജാതിക്കാരനായ മന്ത്രി ആദ്യഘട്ടത്തിൽ കെ ബാലകൃഷ്ണനായിരുന്നു. പിന്നീട് PK വേലായുധനായിരുന്നു. ബാലകൃഷ്ണന് ട്രാൻസ്പോർട്ട് വകുപ്പാണ് കൊടുത്തത്. PK വേലായുധന് ആദ്യം അദ്ദേഹം സാമൂഹ്യക്ഷേമ വകുപ്പ് കൊടുത്തു. പിന്നീട് ട്രാൻസ്പോർട്ട് വകുപ്പ് പുനഃസ്ഥാപിച്ചു. കെ കരുണാകരൻ്റെ ഭരണകാലത്ത് പട്ടികജാതിക്കാരായ പാപ്പാന്മാർക്ക് ആനയെ സൗജന്യമായി അല്ലെങ്കിൽ സഹായ വിലയ്ക്ക് കൊടുക്കുന്ന പദ്ധതി വരെ ആവിഷ്കരിച്ചു. അതൊക്കെ വലിയ ദുരന്തമായി കലാശിച്ചു എന്നാണ് ചരിത്രം. കാരണം പട്ടികജാതിക്കാരായ ആനയെ സവർണ ഹിന്ദുക്കൾ നടത്തുന്ന അമ്പലത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കാൻ അതിൻ്റെ ഭാരവാഹികൾ വിസമ്മതിച്ചു എന്ന് പോലുമുണ്ട് ചരിത്രം. പട്ടികജാതിക്കാർക്ക് വേണ്ടി സമരം ചെയ്ത 14 നിയോജകമണ്ഡലങ്ങളിൽ ഒന്നാണ് ചേലക്കര. വളരെ കാലമായി കോൺഗ്രസ്സുകാർ തന്നെ ജയിച്ചുകൊണ്ടിരുന്ന ചേലക്കരയിൽ ആദ്യമായി ചെങ്കൊടി പാറിച്ചത് കെ രാധാകൃഷ്ണൻ എന്നൊരു ചെറുപ്പക്കാരനാണ്. 1996 ആദ്യമായി ജയിച്ച് നിയമസഭയിലെത്തിയ രാധാകൃഷ്ണൻ ആ വർഷം തന്നെ മന്ത്രിയായി എന്നാണ് ചരിത്രം. വളരെ സൗമ്യനും സ്നേഹസമ്പന്നനുമായ രാധാകൃഷ്ണൻ അവിവാഹിതരുമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ യാതൊരു ചീത്തപ്പേരും കേൾപ്പിച്ചില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലും ചേലക്കരയിൽ നിന്ന് രാധാകൃഷ്ണൻ തന്നെ വിജയിച്ചു. അതിനടുത്ത തവണ, അതായത് 2006 അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അത്തവണ കേരള നിയമസഭയുടെ സ്പീക്കറുമായി. സ്പീക്കർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ പട്ടികജാതിക്കാരൻ എന്ന ബഹുമതിയും രാധാകൃഷ്ണനുണ്ട്. അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയും അദ്ദേഹം വിജയിച്ചു. നിയമസഭയിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു അംഗമാണ് രാധാകൃഷ്ണൻ. ഇത്തവണ രാധാകൃഷ്ണൻ മത്സരരംഗത്തില്ല. പാർട്ടി അദ്ദേഹത്തെ ഒഴിവാക്കിയതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഇത്തവണ മത്സരത്തിനില്ല എന്ന് അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തു എന്നാണ് അറിയുന്നത്. ഏതായാലും ടോയൻബിയുടെ വിഡ്രോവൽ ആൻഡ് റിട്ടേൺ തിയറി പ്രകാരം രാധാകൃഷ്ണൻ ശക്തമായി തിരിച്ചു വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദളിതൻ മുഖ്യമന്ത്രിയാകുന്നത് രാധാകൃഷ്ണനായിരിക്കും എന്നാണ് പ്രത്യാശിക്കുന്നത്. നിയമസഭയിൽ വോട്ടില്ലാത്ത അംഗമാണ് സ്പീക്കർ. സ്പീക്കർക്ക് ആദ്യത്തെ ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇരുഭാഗത്തും തുല്യ രീതിയിൽ വോട്ട് വരികയാണെങ്കിൽ സ്പീക്കർക്ക് അദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം എന്നും വ്യവസ്ഥയുണ്ട്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് ചരിത്രത്തിൽ ഇടം പിടിച്ച ആളാണ് ഈയിടെ അന്തരിച്ച AC ജോസ്. 1980 രൂപീകരിച്ച EK നായനാരുടെ ആദ്യ മന്ത്രിസഭ തകർന്നതിന് ശേഷം പിന്നീട് അധികാരത്തിൽ വന്ന കരുണാകരൻ്റെ മന്ത്രിസഭയുടെ സമയത്താണ് ജോസിന് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായത്. അത്തവണ ഇടതുപക്ഷത്ത് 70 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഐക്യമുന്നണിയുടെ ഭാഗത്തും 70 പേരാണ് ഉണ്ടായിരുന്നത്. സ്പീക്കർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇരുഭാഗത്ത് നോമിനേറ്റഡ് അംഗമടക്കം ഐക്യമുന്നണിയിൽ 70 പേർ, ഇടതുമുന്നണിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 70 പേർ. സ്പീക്കറായി പാവം AC ജോസ്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഇരുഭാഗത്തും തുല്യ അംഗത്വം ഉണ്ടായി. വോട്ടെടുപ്പിലും തുല്യത പാലിച്ചു. ഒടുവിൽ സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് സർക്കാരിനെ നിലനിർത്തി. ഉടനെ പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വന്ന ഏക സ്പീക്കറും AC ജോസായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം പരിഗണനയ്ക്ക് വന്നപ്പോൾ 7 തവണ അദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യേണ്ടി വന്നു. 6 തവണ ഭേദഗതികൾ തള്ളാനും 7ാമത്തേത് നന്ദി പ്രമേയം പാസ്സാക്കാനും. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്തപ്പോൾ ഇതേ നില തന്നെ ആവർത്തിച്ചു. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് 70 പേർ കൈപൊക്കി. പക്ഷേ അവിശ്വാസ പ്രമേയം പാസ്സാകണമെങ്കിൽ 71 പേരുടെ പിന്തുണ ആവശ്യമായിരുന്നു. അങ്ങനെ അവിശ്വാസം തള്ളിപ്പോയി. വോട്ടർ ഓൺ അക്കൗണ്ട് കൂടി പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിൽ പാവം ജോസ് കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് തളരുമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ലോനപ്പൻ നമ്പാടൻ കാലുമാറിയതുകൊണ്ട് ആ അപകടം ഒഴിവായി. AC ജോസിനെ കമ്മ്യൂണിസ്റ്റുകാർ ഓൾവേസ് കാസ്റ്റിംഗ് ജോസ് എന്ന് പേര് പരിഷ്കരിച്ചുകൊണ്ട് പരിഹസിച്ചു. KSUവിലൂടെ പൊതുരംഗത്തേക്ക് വന്ന ശ്രീ AC ജോസ് വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിലും സ്പീക്കർ എന്ന നിലയിലുമെല്ലാം അദ്ദേഹം പ്രവർത്തന മേഖലകളിൽ ശോഭിച്ച തൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ
ഒരു നേതാവായിരുന്നു അദ്ദേഹം. പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹം ഈ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം 70 തൊട്ട് എനിക്ക് AC ജോസേട്ടനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ AC ജോർജും ഒക്കെ തമ്മിൽ വളരെ ആത്മബന്ധമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ്. ഭരണപക്ഷക്കാരേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യടി നേടിയ സ്പീക്കർമാരും കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധനും സാക്ഷാൽ VM സുധീരനാണ്. 1982-87 കാലഘട്ടത്തിൽ ആദ്യം സ്പീക്കറായത് വക്കം പുരുഷോത്തമനാണ്. 84 അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ വക്കം പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് 1985 ആരംഭത്തിൽ VM സുധീരൻ കേരള നിയമസഭയുടെ സ്പീക്കറായി. സുധീരൻ കോൺഗ്രസിലെ A ഗ്രൂപ്പുകാരനും തദ്വാര കരുണാകരൻ്റെ ഒരു വിരുദ്ധനും ആയിരുന്നു. കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തെ കോപാകുലനാക്കുന്ന പല റൂളിങ്ങുകളും കരുണാകരൻ അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും സുധീരൻ കുലുങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സുധീരൻ എന്നാണല്ലോ. പിന്നീട് അടുത്ത ഘട്ടത്തിൽ കരുണാകരൻ 1991 മുഖ്യമന്ത്രിയായപ്പോൾ ഒരു കാരണവശാലും സുധീരനെ മന്ത്രിയാക്കുകയില്ല എന്ന് അദ്ദേഹം അറുത്ത് മുറിച്ച് പറഞ്ഞു. ആൻ്റണി പറയുന്ന ആരെ വേണമെങ്കിലും മന്ത്രിയാക്കാം, സുധീരൻ്റെ പേര് മാത്രം പറയരുത് എന്നായിരുന്നു കരുണാകരൻ്റെ ഒരേ ഒരു അപേക്ഷ. ആൻ്റണി ഔചിത്യബോധമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയായിട്ട് ശുപാർശ ചെയ്തില്ല. കരുണാകരൻ്റെ മന്ത്രിസഭയിൽ സുധീരൻ മന്ത്രിയായതുമില്ല. കരുണാകരൻ രാജിവെച്ചതിന് ശേഷം ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം ചെയ്തത് സുധീരനെ മന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് സുധീരൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായത്. ഇപ്പോഴത്തെ സ്പീക്കർക്ക് ഉണ്ടായ പോലെ ഒരു ദുര്യോഗം കേരള നിയമസഭയിൽ മറ്റൊരു സ്പീക്കർക്കും ഉണ്ടായിട്ടില്ല. ബാർക്കോഴ ആരോപണത്തിൽപ്പെട്ട മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം മാർച്ച് 15-നാണ് പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധിച്ചത്. സഭയുടെ നടുത്തണത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കിയ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ തടയാൻ ശ്രമിച്ച ജമീല പ്രകാശം MLA ഭരണപക്ഷം കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ചാണ് അന്ന് സ്പീക്കറുടെ ഡൈസും ഇരിപ്പിടവും മൈക്കുമൊക്കെ തകർത്തത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പുറകിലെ വാതിലിലൂടെ സഭയ്ക്കുള്ളിലെത്തിയ KM മാണി അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച് സഭയിൽ താരമാവുകയും ചെയ്തു. നിയമസഭയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ MLA-മാരായ EP ജയരാജൻ, V ശിവൻകുട്ടി, K കുഞ്ഞഹമ്മദ്, CK സദാശിവൻ, K അജിത്ത്, KT ജലീൽ എന്നിവർ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ കയ്യാങ്കളി നടന്നിട്ടുണ്ട്, സ്പീക്കറെ ഘെരാവോ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പീക്കറുടെ ഇരിപ്പിടം എടുത്തുകൊണ്ട് പോകുന്നതും ഡയസ് തകർക്കുന്നതും ഈ നിയമസഭയിൽ, അതും ശക്തൻ സ്പീക്കറായതിനു ശേഷം മാത്രം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്പീക്കർ പാസാക്കിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും പിരിച്ചുവിട്ട MLA-യെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന പോലെയുള്ള കാഴ്ചകൾ പോലും കേരള നിയമസഭയിൽ ഉണ്ടായിരിക്കും. കേരള കോൺഗ്രസ് എമ്മിൻ്റെ അംഗത്വം സ്വമേധയാ ഉപേക്ഷിച്ചു എന്നാണ്. ഒരംഗം സ്വമേധയാ തൻ്റെ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് പോകുന്ന പക്ഷം ഭരണഘടന ആർട്ടിക്കിൾ 191(2) 10ാം ഷെഡ്യൂൾ പാരഗ്രാഫ് 2(1)(a) അനുസരിച്ച് അയോഗ്യതയ്ക്ക് കാരണമായ പ്രവൃത്തി ചെയ്യുന്ന ദിവസം മുതൽ അയോഗ്യനാകും. ഇതനുസരിച്ച് ശ്രീ PC ജോർജ് MLA 3/6/2015 മുതൽ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ വക്താവിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്പീക്കറാകാൻ UDF ഏറ്റവും അധികം വഴക്കുണ്ടാക്കിയ ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ തെറ്റിലേക്ക് നയിച്ച ശാർഗധൻ എന്ന് പറയുന്ന ആ നിയമസഭാ സെക്രട്ടറി ഡിസ്മിസ് ചെയ്യപ്പെടണം. അയാളെ കൊണ്ട് ഇത് ചെയ്യിച്ച ഉമ്മൻചാണ്ടിയും മാണിയും വന്ന ആ സ്ഥലത്ത് ഒരാൾ കെടുത്താല തണലാണല്ലോ. മാണിയുടെയും ഉമ്മൻചാണ്ടിയും
ആ സമയത്ത് ഓരോ ആലൂടെ കിളുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതേ കയറി ഊഞ്ഞാലാടാൻ ഉണ്ണിയാടൻ കിടന്ന് പാടട്ടെ. ശക്തൻ നാടാർക്ക് തീർച്ചയായിട്ടും സമാധാനിക്കാം. ഇതിനേക്കാൾ വഷളായ കാര്യങ്ങൾ മറ്റ് പല സ്പീക്കർമാർക്കും ഭാവിയിൽ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ. ഇലക്ഷൻ ഡയറിയുടെ ഈ ലക്കം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നാളെ ഇതേ സമയത്ത് കാണാം. നന്ദി, നമസ്കാരം.